ഹലോ. രാവിലെ 11 മണിയായിന്. റമദാനായാൽ പിന്നെ നമ്മൾ രാവിലെ കുറേ നേരം കിടന്നുറങ്ങുമല്ലോ അല്ലേ. അതാണ് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം. റമദാൻ മാസം വന്നാൽ രാവിലെ ഒരു പണിയെടുക്കാതെ അങ്ങനെ കുറേ കിടന്നുറങ്ങാറുന്ന ഭയങ്കര ഒരു ഇഷ്ടമുള്ള പരിപാടിയാണ്. എനിക്ക് യൂട്യൂബ് വീഡിയോ എടുക്കാനോ ക്ലിയറായിട്ട് എടുക്കാനോ ഏത് ആംഗിളിൽ എടുക്കാനോ അതൊന്നും എനിക്കറിയില്ല. സൗണ്ട് കൊടുക്കാൻ തന്നെ മടിയാണ്. ഇപ്പോൾ ഒരുപാട് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്തിട്ട് എനിക്ക് വ്യൂസും കാര്യങ്ങളൊക്കെ കമ്മിയാണ്. എന്നാലും ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടേയിരിക്കും. ഫ്രഷ് ആയിട്ടുണ്ട്. നമുക്കിനിയിപ്പോൾ പുറത്തേക്കൊന്നും പോകാനില്ലാത്തതുകൊണ്ട് നാട്ടിലാവുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ പണി ഉണ്ടാവും പുറത്ത്. ഇവിടെ അപ്പോൾ അതൊന്നുമില്ല. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് സാധനം വാങ്ങാൻ മാർക്കറ്റിൽ പോകണം. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ യൂട്യൂബിൽ പല കണ്ടൻറ്റും ഞാൻ കുത്തിക്കയറ്റിയിട്ട് നോക്കിയാണ്. പിന്നെ ഡേ ഇൻ മൈ ലൈഫ് ആയാലും പല വീഡിയോസും പിന്നെ എന്താണ് ഇസ്ലാമികപരമായിട്ടുള്ളതും ഒക്കെ ഞാനിട്ടാണ്. പക്ഷേ എനിക്ക് ഷോർട്ട് ഇടുമ്പോൾ അങ്ങനെ സബ് കൂടുക എന്നല്ലാതെ ചില വീഡിയോ ഈ ഉസ്താദന്മാരൊക്കെ വീഡിയോ ഇടുമ്പോൾ കുറച്ച് വ്യൂസൊക്കെ കിട്ടും. എന്നാലും ഡേ ഇൻ മൈ ലൈഫൊക്കെ അങ്ങനെയുള്ള വീഡിയോസിനൊക്കെ വ്യൂസ് വളരെ കുറവാണ് പലതിട്ടിട്ടും. പക്ഷെ എന്നാലും പിന്നെ ഞാൻ വീഡിയോ ഇടാതെ നിന്നിട്ടില്ല കേട്ടോ. സക്സസ് ആയ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ കാണുമ്പോൾ പിന്നെയും എനിക്കൊരു ഇടാനുള്ളൊരു ഇൻട്രസ്റ്റാണ്. അപ്പോൾ ഞാൻ പിന്നെയും ഇടും. പിന്നെയെന്ന് വെച്ചാൽ വീഡിയോ ഇടാൻ വലിയ അറിവില്ല. പിന്നെ വോയിസ് കൊടുക്കാനോ വീഡിയോൻ്റെ മുന്നിലേക്ക് വരാനൊന്നും ഒരു ഇഷ്ടപ്പെടാത്ത ആളാണ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് യൂട്യൂബ് പിന്നെ ഇത്രയും നാളും വീഡിയോ ഇട്ടിട്ടേക്ക് ഉണ്ടായ ഒരു ഉപകാരം എന്ന് വെച്ചാൽ പിന്നെ യൂട്യൂബിനെ പറ്റി അറിയാനുള്ളതും കോപ്പിറൈറ്റ് എങ്ങനെ വരുന്നത്, സ്ട്രൈക്ക് എങ്ങനെ വരുന്നത്, അങ്ങനെ ഒരുപാട് സംഗതി നമുക്ക് ഇങ്ങനെ ഇപ്പോൾ കുറേ ആയിട്ട് ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് എനിക്ക് മനസ്സിലായിരുന്നു. ഒരു ചാനൽ ഇതേപോലെ സക്സസ് ആവാതെ ഞാൻ ഒഴിവാക്കിയാണ്. ഇതും ഇപ്പോൾ എന്താ പാടുന്നൊന്നും അറിയില്ല. വെയിറ്റ് കൂടിക്കണോ കുറഞ്ഞിക്കണോ അറിയാം. മിക്കവാറും കൂടിയിട്ടുണ്ടാവും. കടയിൽ വന്നാണ് ഗൈസ്. മാർക്കറ്റിൽ പോകാൻ പൈസക്ക് പുറത്ത് കാത്തുനിന്നിട്ട് ഇടുക്കിന്ന് വെയിറ്റ് നോക്കാനാണ്. നോമ്പായിട്ട് വെയിറ്റ് കൂടിക്കണോ കുറഞ്ഞിക്കണോ അറിയണ്ട. വെയിറ്റ് നോക്കട്ടെ ഗൈസ്. നോമ്പായിട്ട് വെയിറ്റ് കൂടിയെന്നുള്ള അറിയാം. നോമ്പായിട്ട് 1/2 கிலோ போதும். நேற்று வாங்கினதே இருக்கு. இதாங்க அவ்வளோதான். ஆமாம், நேற்று வாங்கினதே இருக்கு. നാട്ടിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് തേങ്ങ വിറ്റാൽ മതി. നല്ല വിലയാണ് തേങ്ങക്ക്. ഇത് ചെറിയ തേങ്ങക്ക് 20, 30, 35 തേങ്ങക്ക്. നമ്മൾ നാട്ടിൽ നല്ലോണം തേങ്ങ കണ്ട് ശീലമായിട്ട് ഇവിടെ വന്നിങ്ങനെ പൈസ കൊടുത്ത് തേങ്ങ വാങ്ങുമ്പോൾ വിചാരിക്കും അവിടുന്ന് കുറേ കൊണ്ടുവന്ന് ഇവിടെ വിറ്റാൽ മതി. അപ്പോൾ തേങ്ങ